ഏട്ടാ ഏട്ടാ എന്നെ ആശീർവദിച്ചേട്ടാ. ദൈവം അനുകരിക്കട്ടെ മോനെ. എന്താ കാര്യം? എനിക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടിയേട്ടാ. ഈ നാട്ടിൽ തന്നെ അപ്പോയിന്റ്മെന്റും കിട്ടിയേട്ടാ. ഒരുപാട് സന്തോഷമായി മോനെ. കണ്ടില്ലേ, ഇതെല്ലാം നിന്റെ ഭാര്യയുടെ ഐശ്വര്യമാ. ഇപ്പൊ ജോലി കിട്ടിയത് കണ്ടില്ലേ? പാവം, നിനക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവൾ വിശ്രമമില്ലാതെ ജോലി എടുക്കുകയായിരുന്നു. നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എല്ലാം അവളുടെ രാശിയാരണോ മോനെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും നിനക്ക് ഈ ജോലി കിട്ടിയല്ലോ. ചേട്ടാ, എന്താ മോളെ ഇത്? എന്താ ഈ കാണിക്കുന്നേ? എന്ത് പറ്റി? എനിക്ക് ജന്മം നൽകിയ എന്റെ അച്ഛൻ തന്നെ ഞാനൊരു ദുശകനാണെന്നാ പറയാറുള്ളത്. എന്നാൽ ഞാൻ വന്നു കയറിയ ഐശ്വര്യം കൊണ്ടാണ് ഈ വീട്ടിൽ മഹാലക്ഷ്മി വന്നു കയറിയതെന്ന് പറയുന്നു. എന്റെ രാശി വളരെ നല്ല രാശിയാണെന്ന് പറഞ്ഞത് നിങ്ങൾ മാത്രമാണ് ഏട്ടാ. എനിക്കിപ്പോ 100 വർഷം ജീവിച്ച് സന്തോഷ കിട്ടിയിരിക്കുന്നത്. ഈ നിമിഷപ്പോ എന്റെ ജീവൻ പോയാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇനി ജീവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അയ്യോ, എന്താ മോളെ ഇങ്ങനെ? നല്ലതിനും ചീത്തയ്ക്കും രാശി കാരണമാകുമെങ്കിൽ ക്ഷേത്രങ്ങൾ എന്തിനാണ്, ദൈവങ്ങൾ എന്തിനാണ്? ഇതാണ് മോളെ രാശി. പൂച്ച കുറുകെ ചാടിയാൽ ചീത്തയെന്ന് പറയും, നരിമുഖം കണ്ടാൽ നല്ലതാണെന്നും പറയും. വീട്ടിൽ നമ്മൾ പൂച്ചയെ വളർത്തുന്നതിന് പകരം നരി ആരെങ്കിലും വളർത്തുവോ? മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മനസ്സുണ്ടാണെന്ന് നോക്കുന്നതല്ലാതെ രാശി ഒന്നും നോക്കാൻ പാടില്ല. തെറ്റാണത്. അത് തെറ്റാണ്. ദേ നോക്ക്, ഇനി മുതല് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ പാടില്ല. ഇങ്ങോട്ട് കൊടുക്കടാ, ഇങ്ങോട്ട്. സാർ, പോസ്റ്റ് പോസ്റ്റ്. ആരാ മോനെ കത്തയച്ചിരിക്കുന്ന? സുബ്രഹ്മണ്യനാണ് അമ്മൂമ്മേ. ഡോക്ടർ പഠിത്തം കഴിഞ്ഞെന്ന്. ഈ ആഴ്ച അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണോ മോനെ? ഇത് നോക്കു മോനെ, ഇതുവരെ നീ അനുഭവിച്ച കഷ്ടപ്പാടിന് ഇപ്പൊ ഫലം കിട്ടിയല്ലോ. നിന്റെ അനിയന്മാരാണെങ്കി എല്ലാരും വലിയ ആൾക്കാരായി. ഗണേശ, നീ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോ അനിയന്മാരെല്ലാം നല്ലൊരു നിലയിലെത്തി. തന്റെ ഭർത്താവ് മാത്രം രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് നിന്റെ ഭാര്യയുടെ മനസ്സും വിഷമിക്കുന്നുണ്ടാവില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ചെറുപ്പം തൊട്ട് എനിക്ക് പഠിത്തം കേറുന്നില്ലല്ലോ. പഠിപ്പുള്ളവർ മാത്രമേ നല്ല നിലയിൽ എത്തുന്നൊന്നുമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവന് മുന്നിൽ വരാൻ പറ്റും. അത് നീ തീരുമാനിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കേ. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. അതെ, നോക്കിയേ, നിങ്ങളുടെ കമ്പനിയുടെ അച്ചാറ് നന്നായിരിക്കുന്നു അത്രേ. ഞങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഒരു 100 കുപ്പി മാങ്ങാച്ചാറ്, ഒരു 100 കുപ്പി നാരങ്ങച്ചാറ് കൊണ്ടുപോവാ. ഒന്ന് പെട്ടെന്ന് വേണേ. ഇതാട്ടോ, ഒന്ന് വേഗം കൊണ്ടുവരണേ. മരുമകനെ പറ്റി നിങ്ങൾ എന്തുമാത്രം ചീപ്പായി സംസാരിച്ചു. ഇപ്പൊ കണ്ടില്ലേ? ഞാൻ ചെയ്ത ബിസിനസ്സിലൊക്കെ ഞാൻ എപ്പോഴും തോറ്റിട്ടില്ല. പക്ഷേ എന്റെ മോള് അവളുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്ത് അവള് ജയിച്ചു. എങ്കിലും ഞാൻ തോറ്റിട്ടില്ല. അതെന്താന്ന് വെച്ചാ, ജയിച്ചത് എന്റെ മോളല്ലേ. സാറേ, അതെ, നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണ്ട. അതിവിടെ സെയിൽസ് ആവുന്നില്ല. എല്ലാവരും രോജാച്ചാറ് വേണം, രോജാച്ചാറ് വേണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കമ്പനി അച്ചാറ് സെയിൽസ് ആവുന്നില്ല. ഞാൻ പറഞ്ഞില്ല സെയിൽസ് ആവുന്നില്ലാന്ന്. എല്ലാവരും രോജാച്ചാറ് വേണമെന്നാണ് ചോദിക്കുന്നത്. കൊണ്ടുപോകണേ. ഞങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാനാ? എടുത്തോണ്ട് വന്നിരിക്കുന്നു. നല്ല കഥയാണല്ലോ. രോജാച്ചാറ്, രോജാച്ചാറ്, രോജാച്ചാറ്. ഇത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട്. ഇന്നലെ വന്ന അവൻ എന്റെ അടുത്ത്. അവൻ കളിക്കാൻ പാടില്ല. അവന്റെ കുടുംബത്തെ തന്നെ നാശം ചെയ്യണം. വരാൻ പറയാമന്നെ. 5 ലക്ഷമോ 10 ലക്ഷമോ എത്ര വേണമെങ്കിൽ ചോദിക്ക്. എന്തിന്? റോജ എന്ന് പറയുന്നത് നിന്റെ കമ്പനി ഇരിക്കാൻ പാടില്ല. അതാ. നിങ്ങൾ എത്ര ലക്ഷം തന്നാലും ഞാൻ എന്റെ കമ്പനി മൂടില്ല. നന്നായിട്ട് ചിന്തിച്ചു നോക്ക്.
എന്റെ കമ്പനി 116 പേര് ജോലി ചെയ്യുന്നുണ്ട്. ആൾ ഓവർ കേരളം മൊത്തം ഞങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ട്. ഇത്ര ഉണ്ടായിട്ടും ഞങ്ങളെ കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് എന്ത് ചെയ്യാൻ പറ്റും? 100-110 ആളൊക്കെ ജോലിക്ക് വെച്ചിട്ടുണ്ടല്ലോ. കേരളം മൊത്തം ബ്രാഞ്ചില് നിങ്ങളുടെ കമ്പനിക്ക് തന്നെ എന്റെ കമ്പനി കണ്ട പേടിയാണെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരാരെന്നറിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും നെടുംതൂണ നിൽക്കുന്ന ഞങ്ങളുടെ ചേട്ടനാ. ആ ചേട്ടൻ ഉള്ളിടത്തോളം കാലം കേരളം മാത്രമല്ല, ഈ ഇന്ത്യ മുഴുവൻ അച്ചാർ വിൽക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. അല്ല മുത്തശ്ശ, പനി ഒരുപാട് കൂടുതലാണല്ലോ. ഇന്നലെ വരാതെ ഇന്ന് വന്നിരിക്കുന്നു. ഇന്നലെ വരേണ്ടതായിരുന്നു, കയ്യില് കാശുണ്ടായില്ല ഡോക്ടറെ. ഞാൻ കാശിന് വേണ്ടി ക്ലിനിക് നടത്തുന്നേ. ഒന്നിനെ കൊണ്ട് പേടിക്കണ്ട, ഈ ഗുളിക കഴിക്കുക, എല്ലാം ശരിയായിരിക്കും. നോക്ക്, എന്റെ അനുജനല്ലേ, അവൻ നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാ, നല്ല ഐശ്വര്യമുള്ളവനാ. നിങ്ങളുടെ എല്ലാവരുടെയും അസുഖം അവൻ മാറ്റും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ശരി ശരി, വളരെ വളരെ നന്ദിയുണ്ട്. എന്റെ അനിയന്റെ കൂടെ തന്നെ ഇരുന്ന് വരുന്ന ആൾക്കാരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ശരി ചേട്ടാ. ആ നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ലക്ഷ്മി ദേവി ക്ഷേത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമ്പലത്തിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി ചുണ്ണാമ്പ് പോലും അടിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് കുറച്ച് പണം സ്വരൂപിച്ച് അമ്പലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്രാവശ്യത്തെ കുംഭാഭിഷേകത്തിന് എല്ലാ ഗ്രാമത്തിലും പോയി അറിയിച്ചിട്ട് കുംഭാഭിഷേകം ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിക്കാൻ വേണ്ടി ഒരു സത്യസന്ധമായ ഒരാൾ വേണം. അദ്ദേഹം 4 പേരറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി നല്ലൊരാളായിരിക്കണം. ആ ജോലിക്ക് നമ്മുടെ ശങ്കർ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ആ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം. ഞാൻ ഇതോടുകൂടി ഇത് നിർത്തുകയാണ്. എന്താടോ പരമേശ്വര, പെട്ടെന്ന് ഈ സൈഡൊക്കെ എന്താ വന്നേക്കുന്ന? എന്ത് ചെയ്യാനാ, എന്തൊക്കെ ചെയ്താലും ഈ മുടി വളരുന്നില്ലല്ലോ. അതിനുവേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇത് പൊടിയത്തേ ഇല്ല. നിന്നെ നിന്റെ ഈ ചീപ്പിനെ ഈ വശത്തെങ്ങനെ ഞാൻ ഇനി കണ്ടാൽ കൈവെട്ടിക്കളഞ്ഞ. അയ്യോ, എന്താ ചേട്ടാ, എന്താ പറ്റിയേ? ഒരു ചെറിയ കൊച്ചിന്റെ നഖം കടിച്ചു പോയി. ചെറിയ കൊച്ചിന്റെ നഖം കടിച്ചത് ഇങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ആ കൊച്ചിന്റെ നഖം കടിച്ചോ അത് നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. അവരെല്ലാരും എന്നെ പോസ്റ്റ് കമ്പത്തിൽ കെട്ടിവെച്ച് കയ്യിൽ കിട്ടുന്നതെല്ലാം കൊണ്ടുതന്നെ അടിച്ചു വഴിയാക്കി. ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. അത് നിങ്ങൾക്കറിയുന്നു, പക്ഷെ അവന്മാർക്കത് മനസ്സിലായില്ല ചേട്ടാ. ഡോക്ടർ അകത്തുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. 5 മണിക്ക് വരേണ്ട ഡോക്ടർ 5:30 ആയിട്ടും എത്തിയിട്ടില്ല. സമയത്തിന് വിലയില്ലേ? ഡോക്ടർ ഇപ്പൊ ഇങ്ങ് വരും. അല്ല, നിങ്ങള്? ഞാനോ? ഡോക്ടർക്ക് വേണ്ടപ്പെട്ട. ഓ, ഡോക്ടറായിരുന്നോ? ആഹാ, ഡോക്ടറല്ല, ഡോക്ടർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. മനസ്സിലായോ? അതിരിക്കട്ടെ, ഡോക്ടർക്ക് ഒരു ചേട്ടനുണ്ടല്ലോ, ആളെങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ? അല്ല, ആ വീട്ടിലുള്ളവർക്കൊക്കെ അവരെ ഭയങ്കര പേടിയാണെന്ന് കേട്ടു. എന്റെ അടുത്ത് വരട്ടെ. വന്നാൽ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞ് 5-8 പിള്ളേരെ പ്രസവിച്ച് കയ്യിൽ കൊടുത്താ അവർ അതിന് താലോചിച്ചിരുന്നോളില്ലേ. പിന്നെന്തിനെ പേടിക്കുന്നേ? ശരി. അകത്ത് എത്ര രോഗികളുണ്ട്? കുറച്ചു പേരുണ്ട്. ഫോളോ മീ. ഇതാണ് അവരുടെ ക്ലിനിക്ക്.
അയ്യോ, ഇവർ സിറ്റിയിൽ എങ്ങാനും ക്ലിനിക്ക് വെച്ചാ അപ്പൊ എങ്ങനെയുണ്ടാവും? എന്ത് ചെയ്യാനാ? ഗ്രാമത്തിലാണ് ജീവിക്കാൻ വിധിയെങ്കിൽ പിന്നെ ആർക്കത് മാറ്റാൻ കഴിയും? എല്ലാം എന്റെ വിധി. എന്താ പറഞ്ഞു? ആ, എന്റെ കഥയാ, വളരെ ശോക കഥ. അല്ല, ഇതെന്താ കട തുടങ്ങാൻ പോവുകയാണോ? ആഹാ, ഞാൻ വന്നത് പറയാൻ നിങ്ങൾ മറന്നു പോയാലോ? അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാ ഇതൊക്കെ ആരാ ചെയ്തെന്ന് അവർ ചിന്തിക്കില്ലേ? അപ്പൊ നിങ്ങൾക്കും ഞാൻ ഇവിടെ വന്നു പോയത് ഓർമ്മ വരും. എനിക്ക് ആരും വിശ്വാസില്ല. ആ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിരുന്നെന്ന് പറയണം. എന്താ, ചുമയുണ്ടോ? ആ, നിങ്ങളോടൊപ്പം ഡോക്ടർ ഉണ്ടായിട്ട് ഒരു ടോണിക്കോ ഗുളികയോ തരാൻ അവർക്ക് ഇതുവരെ തോന്നിയില്ലേ? ശരിക്കും പിശുക്കനയാൾ. ഇത് 6 കഷ്ണങ്ങളാക്കി 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓക്കെ? ആ, കുട്ടിയുടെ പേര്? ആ, ഈ ലോകത്തിലെ വിശ്വസുന്ദരി ക്ലിയോപാട്രയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദാ ഇങ്ങോട്ട് നോക്ക്, അതാണ് ഈ ഞാൻ. ബൈ.